പാലാ ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കാൻ മാണി സി കാപ്പൻ MLA ശ്രമിക്കുന്നതായി ആരോപിച്ച് MLA ഓഫീസിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് നടത്തി. CPIM പാലാ ഏരിയ സെക്രട്ടറി സജേഷ് ശശി ഉദ്ഘാടനം ചെയ്തു. പാലായുടെ വികസനത്തിന് തുരങ്കം വെക്കുന്ന പാവപ്പെട്ട രോഗികളുടെ ആശ്രയവും അത്താണിയുമായ പാലാ ഗവൺമെന്റ് ആശുപത്രിയെ വൻകിട സ്വകാര്യ ആശുപത്രി മാഫിയകൾക്ക് വേണ്ടി ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന പാലാ MLAയുടെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റേഡിയേഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ സമീപ പ്രദേശത്തുള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന മാണി സി കാപ്പൻ പറഞ്ഞുവെന്ന പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് DYFI MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. DYFI ജില്ലാ കമ്മിറ്റി അംഗം ജെറി അധ്യക്ഷനായിരുന്നു. CPIM പാലാ ഏരിയ സെക്രട്ടറി സജേഷ് ശശി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും പ്രിയപ്പെട്ട ജോസ് കെ മാണി MPയും നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകൾക്കാകെ തുരങ്കം വയ്ക്കുന്ന നിലപാട് തുടർച്ചയായി പാലായുടെ MLAയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു ജനറൽ ആശുപത്രിയായി പാലാ ആശുപത്രി മാറി. ക്യാൻസർ രോഗ ചികിത്സ എറണാകുളം ജനറൽ ആശുപത്രിയിലും വയനാട് ജനറൽ ആശുപത്രിയിലും മാത്രമാണ് മുമ്പുണ്ടായിരുന്നത്. അതിനുശേഷം പാലായിലാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. എറണാകുളത്ത് മെഡിക്കൽ കോളേജ് ഇല്ലാതിരുന്നത് കൊണ്ടും വയനാട് ഒരു മലയോര ജില്ല എന്ന സാധ്യതയിലുമാണ് ആ രണ്ട് ജില്ലകൾ അനുവദിച്ചതെങ്കിൽ പ്രിയപ്പെട്ട ജോസ് കെ മാണിയുടെ ഇടപെടലിന്റെ ഫലമായാണ് പാലായിൽ ഈ ചികിത്സാ സംവിധാനം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വരുന്ന രോഗികൾക്ക് ആശ്വാസകരമാകുന്ന വിധത്തിൽ ക്യാൻസർ രോഗ ചികിത്സാ സംവിധാനം ഈ ആശുപത്രിയിൽ നിന്ന് സജ്ജമാക്കിയിരിക്കുന്നു. ആ ക്യാൻസർ രോഗ ചികിത്സ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതിന്, അതിനെ വിപുലീകരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ഇടപെടലുകളാണ് ഈ കാലയളവിൽ കേരളത്തിലെ ഗവൺമെന്റ് ഈ പാലാ ജനറൽ ആശുപത്രിക്ക് വേണ്ടി ചെയ്തു നൽകിയിട്ടുള്ളത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടു കൂടി എല്ലാ തരത്തിലുള്ള രോഗവും നിർണ്ണയിക്കുന്നതിന് കഴിയുന്ന ആധുനികമായ ലാബ് സൗകര്യം ഇന്ന് ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്നു. കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ്, DYFI നേതാക്കളായ വിഷ്ണു NR, രഞ്ജിത്ത് സന്തോഷ്, ആതിര സാബു, ശിവദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ചികിത്സ നിഷേധിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് മാണി സി കാപ്പന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പം അത്തരത്തിലൊരു വിഷയം, ഈ നാടിനെ ബാധിക്കുന്ന ഒരു വിഷയം നമ്മുടെ നാട്ടിലുണ്ടാവുമ്പോൾ അതിനെതിരെ DYFI പോലെ യുവജന പ്രസ്ഥാനം സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ MLA ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് പൂഞ്ഞാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പാലാ പൂഞ്ഞാർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള ജെറിയെ ക്ഷണിക്കുന്നു. i4 ന്യൂസ് പാലാ.